പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, ഭാഗവടപ്പണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട്. കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ, പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 4:7 വായിച്ചേ. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മൾ അറിയാതെ വിട്ടുകളയണ ഒരു സംഭവമാണ്. ഇപ്പം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം, വസ്തു വിൽക്കണം, മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം. അപ്പോൾ ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത്. ഇത് ദൈവിക സന്തോഷമായിട്ട് ഇതിന് ബന്ധമില്ല. ശരിക്കും ദൈവിക സന്തോഷത്തിന് ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല. അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം എന്ന് പറയുന്നത്.
അതാണ് സങ്കീർത്തനം എന്താ പറയണത്? ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ. അപ്പോൾ ധാന്യവും സമർത്ഥമാണ്, വീഞ്ഞും സമർത്ഥമാണ്. അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവെ എന്താ പറഞ്ഞ് വായിച്ചതെന്ന്? ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. നിക്ഷേപിച്ചു. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ്. അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടറ് വരുമ്പോൾ, തോൽവി വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥയാണ്. പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തനെ ഒരു കേസ് വന്നു. അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ്. കച്ചവടക്കാരുടെ കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടറ് വന്നു. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. ആകപ്പാടെ ഇത് പ്രശ്നങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? ലോർഡ് ചേഞ്ച് ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ഒന്നും ചിന്തിച്ച് പറഞ്ഞതല്ല. അപ്പോഴ് ആ ഒരു വിഷയത്തിന് അനപേക്ഷിതമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മ എന്നിൽ നിന്ന് കൊടുത്തതാണ്. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പം ഞാനോർത്ത് ആള് അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ആ കേസ് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ അതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്. പറഞ്ഞത്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ തോന്നിയെന്ന്. അപ്പോൾ അന്ന് വരെ എനിക്ക് മനസ്സിലായിരുന്നു, നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ച് മുന്നേറുമ്പോൾ നിനക്കും ഇത് അവകാശമാകും. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അതായത് ഈ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ എളിമപ്പെടുത്തുന്ന ഒരു നടപടിക്രമമായിട്ട് നിങ്ങളുടെ കൺഫെഷൻ ഏറ്റുപറച്ചിൽ വരണം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാത്ത വ്യക്തികളുണ്ടാകാം. ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും കുഴപ്പം. അവരുടെ കയ്യിലാണ് കുഴപ്പമെന്ന് കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭർത്താവിനോട് പറയാൻ പറ്റും, പക്ഷെ കർത്താവ് ചെയ്ത സാധനം ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:23 മത്തായി 5:21 വായിച്ചേ. ശ്രുതികട്ടെ 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 ശ്രുതികട്ടെ. ആരാധന. മത്തായി 5:23. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ
പറഞ്ഞ നീ ബലിപീഠത്തിലെ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അത് വിഷയം. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണത്. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് പരിഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ റെക്ടിഫൈ ചെയ്യണം. മറിച്ച് ആരെങ്കിലും നിങ്ങളുമായിട്ട് നിരപ്പാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസിലേക്ക് പോകണം. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയും, അച്ഛാ അടുത്ത ആഴ്ച ഡൈവേഴ്സിൻ്റെ അദാലത്ത് വിചാരണ ലാസ്റ്റ് കുടുംബ കോടതി കണ്ടൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കും, നിനക്ക് വേണ്ടെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നീ വല്ല കഥയുണ്ടാ? നീ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് വേണ്ടെന്ന്. ഇത് കൂദാശ ചെയ്ത ബന്ധമല്ലേ? നീ ദൈവത്തോട് ചോദിച്ചാൽ നിന്നെ യോജിപ്പിച്ച ആളാണെന്ന്. നിന്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസമില്ലേ? അത് നിൻ്റെ ഭർത്താവിന് അന്യബന്ധമാണെങ്കിലും ശരി, അവന് ഇപ്പോഴുള്ള സ്വഭാവം നിനക്ക് പിടിക്കാത്തതാണെങ്കിലും അത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവന് ചേഞ്ച് ചെയ്യാൻ നിന്റെ ദൈവത്തിന് കരുത്തുണ്ടെന്നും അവൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കാത്തോളം കാലം നിന്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മാക്സിമം എളിമപ്പെട്ടുകൊണ്ട് ശക്തനായ ദൈവത്തിന്റെ ശക്തി എന്നില് പൂർണ്ണ തോതില് പ്രവർത്തിക്കാൻ എന്റെ നിലപാടിനെ, എന്റെ സമീപനങ്ങളെ അങ്ങ് സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ. സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ. ശ്രുതികട്ടെ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, എന്താ പ്രശ്നത്തിൽ ഉടമ്പടിയിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഹെവി ഡ്യൂട്ടിയാണ് അല്ലേ? സത്യനായവനെ കൊണ്ട് മേജർ ഡ്യൂട്ടി, വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് ഉണ്ട്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ടൈം ഷോർട്ടനിങ്. ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയ ചുരുക്കം. അത് 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലെന്നുണ്ടെങ്കിലും അമ്മ വിചാരിച്ചാൽ നിന്റെ ടൈം ഷോർട്ട് ചെയ്ത് തരും. ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യമാണെങ്കിലും അമ്മ വിചാരിച്ചാൽ നിന്റെ ടൈം ഷോർട്ട് ചെയ്യും. ടൈം ഷോർട്ടനിങ് ഇതിൻ്റെ മെയിൻ സംഭവമാണ്. അത് ഇപ്പോൾ ഈ വിസയുടെ കാര്യമില്ല. ഈ വിസ ഇപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ ടോണിപ്പിക്ക് കിട്ടിയ വിസ ഇല്ലേ, അവർ എന്തിനാ വിസ? എൻജിനീയറിംഗ് ആണ്. എൻജിനീയറിങ്ങിൻ്റെ ബിടെക് കഴിഞ്ഞിട്ട് എംടെക് വിദേശ രാജ്യത്തേക്കുള്ളതാണ്. അവർക്കാണ് കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ കരിയർ ഗ്യാപ്പ് വന്ന ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്ത് 8 കൊല്ലത്തിന് ശേഷം എംടെക് ഡിഗ്രി UK നിന്ന് എടുക്കണമെങ്കിൽ നടക്കാത്ത കാര്യമാണ്. അതിൻ്റെ വിസ പ്രോസസ്സിങ്ങിന് എങ്ങനെയായാലും 1.5 കൊല്ലം എടുക്കും. അതാണ് 1.5 മാസത്തിനുള്ളിൽ ടൈം ഷോർട്ടനിങ് വന്നിരിക്കുന്നത്. ടൈം ഷോർട്ടനിങ് റിയയുടെ കാര്യത്തിൽ ടൈം ഷോർട്ടനിങ് വന്നില്ലേ? എങ്ങനെ ടൈം ഷോർട്ടനിങ് വരണമെന്ന് വെച്ചാൽ, റിയ ശരിക്കും ഒരു അനുതാപത്തിൻ്റെ ലൈഫാണ് ഫോളോ ചെയ്യേണ്ടത്. കാര്യം ഉടമ്പടി ടൈം ഷോർട്ടിൻ്റെ കണ്ടൻറ്റ് 2 ഫോർമുലയിലാണ് ഉടമ്പടി ടൈം ഷോർട്ടിങ് സംഭവിക്കുന്നത്. ചുമ്മാ ഉടമ്പടി എടുത്തും പോയി ചില ആൾക്കാർ യുദാസിൻ്റെ പെട്ടിൽ ചില മണ്ണന്മാർ ഇവിടെ വരുവേ, അതായത് ഇവിടുന്ന് എഴുതിയിട്ടും പോവും. ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ കറങ്ങി നടക്കും, കുറേ സമയം പോരും. വേണ്ടല്ല, എഴുതിയിട്ടൊക്കെ എൻ്റെ മകളെ കെട്ടിച്ചിട്ടില്ല, അതിൽ കിടക്കണം, കൊണ്ടുവന്ന് ആ വലിയ സ്റ്റീൽ പെട്ടിട്ടും പോയിരിക്കുകയാണ്. ഇങ്ങനെ കുറേ ബ്രാൻഡഡ് കാണ്ടാമൃഗങ്ങളുണ്ട്.
എന്നുവെച്ചാൽ ഒരു ബുദ്ധിയും ബോധമില്ലാത്ത എന്താണെന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇവരവർക്കാണ് ഇങ്ങനെ സാധനം എഴുതിയിടുമ്പോൾ ഒക്കുന്ന. അതായത് എങ്ങനെ ഈ ടൈം ഷോർട്ടിങ് നടക്കണത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ ടൈം ഷോർട്ടിങ് നടക്കുന്നത്? ടൈം ഷോർട്ടിങ് രണ്ട് കാര്യങ്ങളാണ്. സമയം ആയില്ലെന്നല്ലേ അമ്മയോട് ഈശോ പറയണത് അല്ലേ? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ സമയം ആയിട്ടില്ലെന്ന് പറയും. 1.5 കൊല്ലമുണ്ട്, ഇതിൻ്റെ പിസ്സ പ്രോസസ്സിങ് 1.5 കൊല്ലമുണ്ട്, സമയമായിട്ടില്ലെന്ന് പറയും. അതാണ് ഈ 1.5 മാസം കൊണ്ട് സെറ്റാകണത്. എങ്ങനെയാണ് സെറ്റാകണത്? ഒന്നാമത്തെ കാര്യം, സമയം ആയില്ല എന്ന് പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഫോർമുല എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് സംഭവം. ഉടമ്പടി എടുക്കുക എന്നാണ്. ഉടമ്പടിയുടെ ബേസിക്കായിട്ട് ടൈം ഷോർട്ടനിങ്ങിൻ്റെ പ്രെയറാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ളി വേറൊരു സോഫ്റ്റ്വെയർ ഇരിപ്പുണ്ട്. പിന്നെയും ടൈം ഷോർട്ട് ചെയ്യണം. അതെന്താ? ഷാർപ്പ് ചെയ്യണം. അവരെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ വന്നതാണ്. അതായത് 18-ാം തീയതി പറഞ്ഞിട്ട് 18-ാം തീയതി തന്നെ നിങ്ങളുടെ ഡേറ്റിലേക്ക് സാധനം കൊണ്ടുപോകുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവം അനുതാപമാണ്. അനുദപിച്ചാൽ അപ്പോൾ അനുതാപമല്ലേ ടൈം ഷോർട്ടിങ്. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അല്ലേ? ജോഷുവയുടെ പുസ്തകത്തിലെ എന്താ പറയണത്? നിങ്ങൾ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അത് പഴയ നിയമമാണ്. ഈശോ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥയാണ്. മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥ അവൻ തന്നെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്ന മനുഷ്യാവതാരത്തിന് ഓൺലി സിംഗിൾ കോസ് ദ റെമിഷൻ ഓഫ് ദി വേൾഡ് ആൻഡ് സിൻ. പാപത്തിൻ്റെ മോചനം മാത്രമാണ് മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ദൈവാനുഗ്രഹത്തിൻ്റെ ഷോർട്ടനിങ്, സമയം ഷോർട്ട് ചെയ്യുന്നതും എല്ലാം പാപത്തിൻ്റെ റിമിഷനിലൂടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? നമ്മൾ സിൻഫുള്ളാകും തോറും നമ്മുടെ വിഷയങ്ങൾ താമസിച്ച് പോകും. മനസ്സിലായോ? അതായത് ഇപ്പോഴ് ജോഷുവ എത്രയാ വായിച്ചോളൂ? ജോഷുവ 3:5. ജോഷുവ 3:5. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പറഞ്ഞേ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇവിടെ 2-3 പ്രശ്നമാണ്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ എപ്പോഴാണ്? നാളെയാണ്, ഇന്നല്ല. മനസ്സിലായില്ലേ? മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥ ഇങ്ങനെയാണ്. പക്ഷെ മനുഷ്യാവതാരം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യാവതാരം എന്താ സംഭവിച്ചിരിക്കുന്നത്? മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? എന്തുകൊണ്ടാണ് അമ്മയോട് മാലാഖ എന്താ പറയണത്? അവൻ തൻ്റെ ജനങ്ങളെ അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഇവിടെ കോളേജുണ്ടായാലും വിപ്ലവങ്ങളുണ്ടായാലും സമരങ്ങളുണ്ടായാലും വലിയ യൂണിവേഴ്സിറ്റികളുണ്ടായാലും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സഭയ്ക്ക് അൾട്ടിമേറ്റായിട്ടുള്ള മിഷൻ ഏറ്റെടുക്കാടത്തോളം കാലം സഭ മിക്കവാറും പിരിച്ചുവിടേണ്ടി വരും. കാര്യം സഭയുടെ ലക്ഷ്യം തന്നെ എന്താ? ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് സെയിൻസ്? നിങ്ങൾ പറയും എന്തുകൊണ്ട് ഇത്രയും സെയിൻസൊക്കെ ഉണ്ടാകണമെന്ന്. സെയിൻസ് എന്ന സഭ സ്വഭാവത്തിൽ തന്നെ വിശുദ്ധമാണ്. സഭ ലൈംഗികമാണ്. അതെന്ന് പറഞ്ഞാൽ സഭയുടെ ബേസിക് തന്നെ അതിൻ്റെ ലക്ഷ്യവും എല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കണത് എന്താ? വിശുദ്ധീകരണം ഈ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പം നമുക്ക് സക്കറിയാസിൻ്റെ ലേഖനത്തിൽ മക്കളെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ആരാധന 1:75 ലൂക്കാസ് സുവിശേഷം 1:75 വായിച്ചേ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 1:75. പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഏത്? അതാ പ്രശ്നം. ഒന്നിനു വായിച്ചേ. ലൂക്ക 1:75 ഒന്നിനു വായിച്ചേ. പരിശുദ്ധിയിലും
നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഇതെന്ന് വെച്ചാൽ ഏതാണ്? 72 വായിച്ചേ, ലുക്ക 1:72. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ഒന്ന് പറഞ്ഞേ നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അതായത് ഉടമ്പടിയോട് ചേർന്ന് വരുന്ന എല്ലാ വിഷയങ്ങളും ദൈവം ഉടമ്പടി ചെയ്യത്തുള്ളൂ. ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ നിമിഷം തൊട്ട് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. ഈ അസുഖത്തിനെ ഓർത്ത് ഞാൻ പിന്നെ കരഞ്ഞിട്ടില്ല. എനിക്ക് അപ്പം തൊട്ട് എൻ്റെ കൂടെ മാതാവ് ഉണ്ട്. എൻ്റെ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യത്തിൽ മാതാവ് അത് നടത്തിത്തരും എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. പിന്നെ തൊട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നവരോട് പോലും എനിക്ക് അങ്ങനത്തെ ഒരു സങ്കടം പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്കിതിനകത്ത് ഒരു വിഷമവും ഇല്ല, എനിക്കറിയാം ഇത് മാതാവ് എനിക്ക് വേണ്ടി നടത്തിത്തരും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളൊരു വചനം ഇതായിരുന്നു, എനിക്ക് നിൻ്റെ മേലൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള, നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതെന്ന്. അങ്ങനെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ട്രീറ്റ്മെൻറ്റ് ആ വെള്ളിയാഴ്ച തന്നെ ആരംഭിച്ചു. തിങ്കളാഴ്ച ഡയഗ്നോസ് ചെയ്തു, വെള്ളിയാഴ്ച ആയപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 8 സൈക്കിൾ ഓഫ് കീമോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കീമോ എടുക്കാനായിട്ടൊക്കെ ഞങ്ങളിവിടെ ചേർത്തലയിലൊരു ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പം എല്ലാപ്പോഴും ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും മാതാവിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങും. അകത്തോട്ട് കയറാൻ പറ്റത്തില്ലെങ്കിലും പുറത്തു നിന്ന് പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ അങ്ങോട്ട് പോകത്തുള്ളൂ. എത്ര താമസിച്ചാലും എന്തിതാണേലും ഞങ്ങൾ കയറിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കീമോ എടുക്കും. അപ്പം ഈ അസുഖത്തിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഇത് ഭയങ്കര ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. നമ്മൾക്ക് കണ്ടു നിൽക്കുന്നവർക്കും അത് തന്നെ, അനുഭവിക്കുന്നവർക്കും അത് തന്നെ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവിടെയുള്ള ബാക്കിയുള്ള പേഷ്യൻസൊക്കെ ഈ കീമോയുടെ സമയത്തൊക്കെ ഒരുപാട് നിലവിളിക്കും പെയിൻ കാരണം. പക്ഷേ ഇന്ന് വരെ എൻ്റെ അമ്മ അങ്ങനെ നിലവിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. അവിടെയെല്ലാം മാതാവ് അമ്മേനെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ മുടി പോകാൻ തുടങ്ങി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. പക്ഷെ എന്നാലും നമുക്ക് സഹിക്കാവുന്ന പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അമ്മ ഓൾറെഡി ഒരു വാദത്തിൻ്റെ അസുഖമുള്ള ആളാണ്. 2 വർഷം കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിരുന്നു എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞപ്പം. അങ്ങനെ അമ്മയ്ക്ക് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. എന്നിട്ടും ഈ അസുഖം വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് അത് എൻ്റെ അമ്മയുടെ ആരോഗ്യത്തിന് താങ്ങാവുന്ന രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഛർദ്ദിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം മാതാവ് കറക്റ്റായിട്ട് എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നത് കൊടുത്ത് എൻ്റെ അമ്മേനെ അത്ര ഇതില്ലാത്ത കൊണ്ടുപോയി. അങ്ങനെ 8 സൈക്കിൾ ഓഫ് കീമോ കഴിഞ്ഞിട്ട് ജനുവരിയിലായിരുന്നു അമ്മയുടെ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് റേഡിയേഷൻ ഉണ്ടായിരുന്നു, റേഡിയേഷനും കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡോക്ടർ തന്നെ മമ്മിയോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇതാണ്, അതല്ലാതെ ഇതിനകത്ത് വേറൊന്നും എനിക്ക് പറയാനില്ലെന്നുള്ളതാണ് ഡോക്ടർ തന്നെ പറഞ്ഞത്. ഇതിൽ നിന്ന് എൻ്റെ അമ്മ ഇപ്പോൾ റിക്കവർ ചെയ്ത് വന്നു. ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി. എൻ്റെ അമ്മയ്ക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സർജറി കഴിഞ്ഞതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും വരുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്ന്, ബിഗ് സീറോ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്താൻ പറ്റിയല്ലോ. അത് ഭയങ്കരമായിട്ട് മാതാവ് എൻ്റെ കൂടെ, നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉപവാസം എല്ലാം, ആ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നെങ്കിൽ പോലും ഉപവാസം എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. പ്രാർത്ഥന അതെല്ലാം ഞാൻ എടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ എവിടെ പോയാലും ഞാൻ എപ്പോഴും കൂടെ കരുതുന്നത്, ഇതിന് മുന്നേ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ മാതാവിൻ്റെ ഇതുണ്ട്, ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റ് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ എൻ്റെ പേഴ്സിൽ കാണും. അപ്പം അതും കൊണ്ടേ ഞങ്ങൾ എല്ലായിടത്തും പോകാറുള്ളൂ. മമ്മിയുടെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ്ങിൽ എല്ലായിടത്തും നമുക്ക് വേണ്ടി ദൈവം അതുപോലെ ക്രമീകരിച്ച് തന്ന് എല്ലാം സുഖമായിട്ട് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു.
പിന്നെ എനിക്ക് പറയാനുള്ളത്, അതിനു മുമ്പത്തെ ഉടമ്പടിക്ക് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ OET ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ചേട്ടന് OET കിട്ടി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചില്ല, എങ്കിൽ പോലും എനിക്ക് കേറ്ററ്റും സെറ്റും ഒക്കെ പാസ്സാകാൻ പറ്റി. അപ്പോൾ അതൊക്കെ മതി. അത് ഞാൻ പറഞ്ഞില്ലോ, എവിടെ പോയാലും ഞാൻ ലോക്കറ്റും കൊണ്ടേ പോകത്തുള്ളൂ, എക്സാമിനാണെങ്കിലും എവിടെയാണെങ്കിലും. അതിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ കാര്യത്തിൽ അല്ലാതെ വേറൊരു കുഞ്ഞു ലോക്കറ്റ് ഉണ്ട് മാതാവിൻ്റെ. അപ്പോൾ ഇത് ഏത് ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇപ്പം എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അതൊക്കെ മാതാവ് എനിക്ക് വേണ്ടി തന്ന വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. മാതാവേ സ്വസ്തി. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് ഗ്രേസി. ഞാൻ കോയമ്പത്തൂരിലെ മരിയം പ്രയർ വിജയകുമാറിൻ്റെ പ്രയറിൽ പോകാറുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോളുടെ കല്യാണത്തിന് വേണ്ടി ബ്രദറിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, പേടിക്കേണ്ട, കാനായൂരിലെ കല്യാണം പോലെ കല്യാണം മകളുടെ നടക്കും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസത്തിന് മുമ്പ് വരെ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞാൻ ജപമാല ചെയ്തുകൊണ്ട് മാതാവിനോട് പറയും, കാനായൂരിലെ കല്യാണം പോലെ നടത്തി തരുമെന്ന് പറഞ്ഞില്ല അമ്മേ, എൻ്റെ കയ്യിലൊന്നുമില്ല, നീ തന്നെ നടത്തി തരണമെന്ന് പറഞ്ഞ്. അന്ന് അതിശയം എന്ന് പറയട്ടെ, കാനായൂരിലെ കല്യാണം പോലെ തന്നെ നല്ലപടിയാ മകളുടെ കല്യാണം നടത്തി തന്ന്. ഞാൻ എനിക്ക് പണം കിട്ടിയ ഞാൻ ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് ഞാൻ മൊയ്പ്പണം എണ്ണാൻ വേണ്ടി ഞാൻ 3 ദിവസം ഉപവാസം ഇരുന്നുകൊണ്ടാണ് മൊയ് കവർ എണ്ണിയത്. അതേപോലെ 10,000 രൂപ അഡ്വാൻസ് ദശാംശം കൊടുക്കാനും 73,500 രൂപ ഭക്ഷണത്തിന് കൊടുക്കാനുള്ള പണം